പാലാ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഹാജരാക്കുന്നു. ആ പാലാ പോലീസ് സ്റ്റേഷനിലിട്ട് അവിടുത്തെ ഡിവൈഎസ്പിയും പോലീസുകാരും നിരന്തരം മാറി മാറി മർദ്ദിച്ച് അവശനാക്കി മറ്റു കൂടെയുള്ള സഹാക്കൾ എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറയുമ്പോൾ പറയാതിരുന്നതിന്റെ പേരിൽ ബയനറ്റ് സ്വന്തം കാലിൽ കുത്തി ഇറക്കിക്കൊണ്ട് ചോദിച്ചിട്ടും പറയാതിരുന്ന ആ സഖാവാണ് പിൽക്കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്നത്. അങ്ങനെ ആ സഖാവ് പറയാതിരിക്കുകയും അദ്ദേഹം മരണപ്പെട്ടുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചാക്കിനകത്ത് കെട്ടി വനത്തിനുള്ളിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് അവിടുത്തെ ഒരു ജീവനക്കാരായിരുന്ന സഹായിയായിരുന്ന ഒരുത്തൻ പറയുന്നു, സാറേ ഇയാൾ മരിച്ചിട്ട് ഇയാൾക്ക് ജീവനുണ്ട്, അതുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചാൽ പക്ഷേ രക്ഷപ്പെട്ടേക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ VS ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ഫലപ്രദമായ ചികിത്സ കിട്ടിയതിനു ശേഷമാണ് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് പൊതുരംഗത്തേക്ക് വീണ്ടും വന്നത്. നമുക്കറിയാം, കേരള ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ എന്താണൊരു പ്രതിപക്ഷ നേതാവ് എന്ന് 3 തവണ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന VS ഈ കേരളത്തിൽ ജനങ്ങൾ കാണിച്ചു കൊടുത്തു. ജനങ്ങളുടെ വിഷയങ്ങൾ നേരിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുക മാത്രമല്ല അതിന് പരിഹാരം കണ്ടെത്തുന്നവരെ ആ പ്രശ്നങ്ങളുടെ പിന്നാലെ കൂടി ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിർത്തുമുട്ടും. മതികെട്ടാമലെ പ്രശ്നമുണ്ടായപ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി സമരം തുടങ്ങിയ ഒട്ടേറെ ഐതിഹാസികമായ കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ ഏർപ്പെടുത്തിയ ഒട്ടേറെ സമരചരിത്രങ്ങൾ സാഹചര്യത്തിനടുത്തുണ്ട്. അങ്ങനെ നിരന്തരമായ പോരാട്ടത്തിന്റെയും നിരന്തരമായ സമരത്തിന്റെയും ഫലമായി സ്വന്തം ആരോഗ്യം പോലും നോക്കാതെയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നത്. 21 വയസ്സെന്ന് പറയുന്നത് മനുഷ്യായുസിൽ അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന സ്ഥിതിയാണ്. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും അതുപോലെ മനക്കരുത്തും അദ്ദേഹം തുടരുന്ന ജീവിതചര്യകളും മത്സ്യമാംസാദ്യം കാര്യമായി ഉപയോഗിക്കാതെ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിത്യവും വ്യായാമം ചെയ്തുകൊണ്ട് യോഗ ചെയ്തുകൊണ്ട് ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടുപോയത്. വലിയ പീഡനങ്ങളേറ്റിട്ടും ഈ 101 വയസ്സുവരെ അദ്ദേഹം ജീവിക്കാൻ എന്ന മരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന ഒരു നിലപാടാണ് VS അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വിപ്ലവ പോരാട്ടം പോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുമ്പോൾ മരിക്കണം, സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് മരണം സംഭവിക്കട്ടെ എന്ന് പറയുന്നത് പോലെയാണ് VS കാര്യത്തിൽ ഉണ്ടായത്. 101-ാമത്തെ വയസ്സ് 102 ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് പ്രിയപ്പെട്ട സഖാവ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CPM എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടത് VS ഉൾപ്പെടെയുള്ള 32 പേർ 1964 കൽക്കട്ടയിൽ ചേർന്ന പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നുകൊണ്ടാണ് അവിടുത്തെ റിവിഷനിസ്റ്റുകളെയും അതുപോലെ തന്നെ വലതുപക്ഷ ചിന്താഗതിക്കാരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം രൂപീകരിച്ചത്. അതിന്റെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരുന്നതിൽ ഒരേ ഒരാൾ മാത്രമാണ് VS ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും നായനാർ ഉൾപ്പെടെ ഹർകിഷൻ സിംഗ് ഉൾപ്പെടെ ഒട്ടേറെ സഹാക്കൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഏറ്റവും അവസാനമായി 101-ാമത്തെ വയസ്സിൽ VS നമ്മെ വിട്ടുവരികയാണ്. ഈ പ്രസ്ഥാനം രൂപം കൊടുത്ത നേതാക്കളിൽ ഇനി ഒരാൾ പോലും 1964 രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രതികളായി ആ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയിൽ ഒരാൾ പോലും ഇന്ന് ജീവനോടെ ഇരിപ്പില്ല. തീർച്ചയായും സഹാക്കളെ, അങ്ങനെ ഒരു VS-നോടൊപ്പം ചരിത്രത്തിനൊപ്പം നടന്ന ആളല്ല, VS-നോടൊപ്പമാണ് ചരിത്രം, ഈ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രം നടന്നത് എന്ന് പിൽക്കാലം വിലയിരുത്തും. തീർച്ചയായും പ്രിയപ്പെട്ട സഖാവിന്റെ വേർപാട് ഈ പ്രസ്ഥാനത്തിന് മാത്രമല്ല ഈ നാട്ടിലെ അധ്വാനിക്കുന്ന വിഭാഗങ്ങൾക്കും സാധാരണക്കാർക്കും അവശത അനുഭവിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും എല്ലാം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം പട്ടം കഴിഞ്ഞ് എത്തുന്നതിന് വേണ്ടി തന്നെ 3 മണിക്കൂറാണ് അവിടെ എടുത്തത്. ജനങ്ങൾ കാണാൻ പറ്റാത്ത തരത്തിൽ അതും അഭൂതപൂർവമായ വലിയൊരു ജനത്തിരക്കാണ് ഉണ്ടായത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആലപ്പുഴ എത്തിച്ചേരും എന്നാണ് കരുതുന്നതെങ്കിലും ഒരുപക്ഷെ നാളെ രാവിലെ വെളുപ്പിന് എങ്കിലും എത്തിച്ചേരാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ഈ തെരുവിന്റെ ഈ സൈഡുകളിൽ ഇതുപോലെ ആയിരക്കണക്കിന് ജനങ്ങൾ VS-നെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അത്യാവശ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ തെരുവോരങ്ങളിൽ സംഘടിച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും VS-ന്റെ ഭൗതിക ശരീരം ദർശിക്കുന്നതിനുള്ള അവസരമുണ്ട്. ആലപ്പുഴയിൽ ക്രിയേഷൻ ക്ലബിന്റെ പോലീസ് ഗ്രൗണ്ടിൽ ചെന്നാൽ രാവിലെ അവിടെ നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നമുക്ക് എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ വലിയ ചുടനാടിന്റെ പരിസരത്ത് പോലും നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അദ്ദേഹത്തെ കാണാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലമെന്ന് പറയുന്നത് ക്രിയേഷൻ ഗ്രൗണ്ടാണ്. വളരെ നേരത്തെ തന്നെ അവിടെ സ്ഥാനം പിടിച്ചാൽ VS-നെ കാണുന്നതിനും അന്ത്യോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ട്. പ്രിയപ്പെട്ട സഹാക്കൾ എല്ലാവരും തന്നെ കഴിയുന്നവരെല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം, അവിടെ എത്തിച്ചേരണം. നമുക്ക് വേണ്ടി ഇനിയൊരിക്കലും നമുക്ക് VS-നെ നേരിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹാവിനെ എല്ലാവരും തയ്യാറാക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ VS-ന്റെ
വേർപാടിൽ ദുഃഖവും അതുപോലെ തന്നെ അനുശോചനവും രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഖാവെ, ഒരിക്കലും സഖാവ് ഈ ജനമനസ്സുകളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ആയില്ല. സൂര്യ തേജസ്സോടെ 1000 സൂര്യ തേജസ്സോടുകൂടി അദ്ദേഹം നമ്മുടെ എല്ലാം മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കും. ലാൽ സലാം സഖാവിയസ്. മോഹൻദാസ് ക്രിക്കറ്റിനൊപ്പം അടക്കം ഇതിൽ ഇന്ത്യ മാർക്സിന്റെ PS-ന്റെ നിര്യാണത്തിലുള്ള ഉദ്ഘാടനമാണ് ഇത് നമ്മൾ നടത്തുന്നത്. ഇതിനെ സംബന്ധിച്ച് ഏറ്റവും തൻ്റേതായ ശൈലി ഏത് കാര്യത്തിനും നിയമപരമായും ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും നേരിടുന്ന സംവിധാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശൈലി ഏത് കാര്യത്തിനിടപെട്ടാലും ആ കാര്യം പൂർത്തീകരിക്കുന്നിടം വരെ ഇഞ്ചോടിഞ്ച് കുരുതി ആ കാര്യം നേടിയെടുക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു ആ വിപ്ലവ പോരാട്ടം. ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അഴിമതിക്കെതിരായുള്ള പോരാട്ടം. അതിന് ഉദാഹരണമായി പറയാനുള്ളത് ഇടമലയാർ കേസ്. ഏതാണ്ട് 20 വർഷക്കാലം ആർ ബാലകൃഷ്ണപിള്ള പ്രതിയായിട്ടുള്ള ആ കേസിനകത്ത് നിയമപരമായ പോരാട്ടം നടത്തി നമ്മളെല്ലാം ഈ ലോകം മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കേസായിരുന്നു. ആ കേസിനകത്ത് PS വിജയിച്ചു. ഏതാണ്ട് 1 വർഷക്കാലത്തേക്ക് ആർ ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഴിമതി കേസ്, അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, ജനാധിപത്യം സംരക്ഷിക്കുന്ന പോരാട്ടത്തിൽ പാവപ്പെട്ട ജനവിഭാഗത്തിനു വേണ്ടി ജനകീയമായ പോരാട്ടം നടത്തിയ വിപ്ലവ നേതാവായിരുന്നു നമ്മുടെ രാജ്യം നമ്മളുടെ ഉള്ളിൽ ഇന്ന് നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല. എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കി, ജനങ്ങളുടെ വിഷയങ്ങളും പൊതുവായ വിഷയങ്ങളും എല്ലാം നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കതായ തീരുമാനമെടുക്കുവാൻ ആർജവത്തോടുകൂടി ആ മനസ്സോടുകൂടി നിലകൊണ്ട ഏറ്റവും വലിയ ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാലം ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടുവാനും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും കഴിഞ്ഞ, അതനുസരിച്ച് താൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായും പാർട്ടിയുടെ ഏതാണ്ട് 19 വർഷക്കാലം കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായി നിലനിന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ധീരമായ പോരാട്ടം ഏത് പ്രശ്നങ്ങൾക്കും